ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അലോഡിയാസ് ഫാമിലി. ടുഡേ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. മഞ്ഞപ്പുല്ല്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പുല്ല്, നമ്മുടെ മഞ്ഞപ്പുല്ലിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായി. കുഞ്ഞാറ്റയും ടിറ്റിയും പപ്പയും പിന്നെ മമ്മിയും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഈ ട്രിപ്പിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കുഞ്ഞാറ്റ നമ്മുടെ അലോഡിയയുടെ പപ്പയുടെ ജന്മനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരവിടെയാണ് ജനിച്ച് വളർന്നതും കളിച്ചതും ഒക്കെ. അപ്പോൾ ആ നാട് കാണാൻ വേണ്ടിയിട്ട്, ആ നാട് കുഞ്ഞാറ്റേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രിപ്പ് പോകാം, ഒന്ന് വെളിയിൽ ഔട്ട് സൈഡിൽ കറങ്ങാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം കുഞ്ഞാറ്റയുടെ കസിൻസൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ ക്ലാസ്സിൽ പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം പോകുന്നത്. ഞങ്ങൾ നാട്ടിൽ ചെറിയൊരു ലീവിന് വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുള്ള ഈ യാത്ര അതിമനോഹരമായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ കാഴ്ചകളും ചെറിയ ചെറിയ വണ്ടികളും അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ മഞ്ഞപ്പുല്ലിലേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് അവളും മുകളിലൊക്കെ കയറി നിന്നാണ് കാഴ്ചകളൊക്കെ കണ്ടത്. ആ റോഡും വഴിയരികിലെ ചെറിയ ചെറിയ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് യാത്ര പോയിക്കൊണ്ടിരുന്നത്. ടിറ്റിയും കാണുന്നുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഗ്ലാസ് ഓപ്പൺ ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഓപ്പൺ സ്പേസിലൂടെയും വിൻഡോസൊക്കെ താത്തും മുകളിൽ കയറി നിന്നൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയും. ആകാശത്തിൻ്റെ ആ മേഘങ്ങൾക്കൊക്കെ എന്ത് ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ആസ്വദിക്കാൻ നമുക്ക് സമയമില്ല ജോലി തിരക്കുകളും കാര്യങ്ങൾക്കിടയിൽ. പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മളിതുപോലെ ഒരു ട്രിപ്പ് പോയാൽ മാത്രമേ നമുക്ക് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. കുഞ്ഞാറ്റ ശരിക്കും ഹാപ്പിയാണ്, മുകളിൽ കയറി നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ റോഡൊക്കെയാണ്, ചെറിയ കട്ടറൊക്കെ ഉണ്ട്. ഈ വഴികളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരിക കേട്ടോ. വാഴയും പിന്നെ കുറേ ചേമ്പലകളും പിന്നെ കുറേ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ട്, ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴതൊന്നും കാണാൻ പോലുമില്ല. അതൊക്കെ കണ്ടാണ് ഞങ്ങളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ, കണ്ണൂരിലേക്ക് പോകുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ വഴി പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കയറി നിന്ന് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ ക്യാമറകളും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെ യാത്രയൊക്കെ പോകുമ്പം മേളിലൊക്കെ കയറി നിന്ന് സ്ഥലങ്ങളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ആ വൈബും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാറ്റയ്ക്ക്. ടിറ്റിക്കും അങ്ങനെയാണ്. ടിറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ടിറ്റി ഒരുപാട് ഹാപ്പിയാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ടിറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് തലയൊക്കെ ഇട്ടിട്ട് കാഴ്ചയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണ് മരങ്ങളും ചെടികളും ഒക്കെ കാണുമ്പോഴും ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണ് അവൾ യാത്ര ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിറ്റിക്ക് ഒരുപാട് ഇഷ്ടമായി യാത്രയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മഞ്ഞപ്പുല്ലിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, പിന്നെ പുതിയതായിട്ട് കുറച്ച് റിസോർട്ടൊക്കെ വന്ന ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നിറച്ച് വീടുകളും ജനങ്ങളൊക്കെ തിങ്ങി താമസിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നെന്ന് മമ്മിയും അലോഡിയുടെ പപ്പയൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീട്. ഇവിടെ ഇറങ്ങി ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടു, ചെറിയ 2 ഫോട്ടോ ഒക്കെ എടുത്തു ഞാനും മമ്മിയും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.